Good morning. Good morning. Morning, ma'am. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഖദീജ മാമാണ്. മാം സൈക്കോളജിക്കൽ കൗൺസിലറാണ്, ട്രെയിനറാണ്, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. മാമിനെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. Good morning, Sachina ma'am. Thank you. Good morning all. എന്താണ് എല്ലാവരുടെയും വിശേഷ സുഖാണോ? Yes, സുഖം തന്നെ. Good സുഖാണ്. morning. Yes. അപ്പോൾ Thank നമുക്ക് you. സെഷനിലോട്ട് പോവാം അല്ലേ? Pardon? സെഷനിലോട്ട് പോവാം. തീർച്ചയായിട്ടും. Go ahead. എല്ലാവരും വെൽക്കം ചെയ്യാണ് ഈ ഒരു സെഷനിലോട്ട്. ഞാൻ അതിന് മുന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ. ഫസ്റ്റ്, നിങ്ങൾ ലൈഫിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അതേപോലെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്, ദി ആർട്ട് ഓഫ് ഹാൻഡിലിംഗ് അതേഴ്സ്. അപ്പൊ നമ്മള് മറ്റുള്ളവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നല്ലേ, ഡീലിംഗ് വിത്ത് പീപ്പിൾ എന്നാണ് പറയാ. അപ്പൊ അതിന്റെ 7 ഗോൾഡൻ റൂൾസ് ആണ് ഇന്നത്തെ സെഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ചെറിയൊരു സ്റ്റോറിയിലോട്ട് പോവാം. പലരും കേട്ട സ്റ്റോറി തന്നെയായിരിക്കും, എന്നാൽ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടോ. അപ്പോ ഒരു അച്ഛനും മകനും കഴുതയും കൊണ്ട് പോവുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പം ആളുകൾ പറഞ്ഞു, പിന്നെ ഇതെന്താ ഒരാൾക്ക് അതിന്റെ മേലെ കയറി ഇരുന്നൂടെ. അപ്പൊ അച്ഛൻ കയറി ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ കുറച്ചു പേര് അവിടെ നിന്ന് പറഞ്ഞു, ചെറിയ കുട്ടിയെ നടത്തിച്ചു കൊണ്ടുപോകുന്നു, കണ്ടില്ല അച്ഛന്റെ ഒരു മാനസികാവസ്ഥ നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് അച്ഛന് വല്ലായ്മയായി. കുട്ടിയെ കഴുതപ്പുറത്ത് കയറിയിട്ട് അച്ഛൻ അതിന്റെ പിറകെ നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആൾക്കാർ പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു അവസ്ഥ നോക്കിയാൽ തീരെ റെസ്പെക്റ്റ് ഇല്ല മുതിർന്നവരോട്. അപ്പൊ അത് കേട്ടപ്പോൾ ഈ അച്ഛനും മകനും ഒരുമിച്ചിട്ട് യാത്ര ചെയ്തു കഴുതപ്പുറത്ത്. കുറച്ച് ദൂരം നടന്നപ്പം ആളുകൾ പറയാൻ തുടങ്ങി, ആ കഴുത ക്ഷീണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവർക്ക് എന്താ നടന്നൂടെ. അപ്പൊ ഈ കഴുതന്റെ ക്ഷീണം കണ്ടപ്പോൾ ഈ അച്ഛനും മകനും താഴെ ഇറങ്ങി അതിനെ പിന്തുടർന്നു, കഴുതയെ പിന്തുടർന്നു. അപ്പൊ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ആളുകൾ പറയാണ്, ഇതേ നോക്ക് 2 കഴുതകൾ പോകുന്നു, മുന്നിൽ ഒരു കഴുതയെ നടത്തിച്ചിട്ട്. അപ്പൊ അതിന്റെ മേലെ കയറിയിട്ട് ഇവർക്ക് യാത്ര ചെയ്തൂടെ. അപ്പൊ ഇതാണ് അവസ്ഥ അല്ലെ. നമ്മൾ എങ്ങനെ ജീവിച്ചാലും അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ നെഗറ്റീവ് പറയാൻ വേണ്ടി നമ്മുടെ ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പം ഈ ഒരു എന്താ പറയാ, ഓരോരോ വ്യക്തികളുടെ ബിഹേവിയർ, അതുപോലെ തന്നെ ക്യാരക്ടർ, ഇതൊക്കെ ആണല്ലോ അവിടെ. പക്ഷെ അതൊക്കെ നമ്മൾ എല്ലാം നോക്കി നടന്നാൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുമോ? മറ്റുള്ളവരെന്ത് പറയുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആവും അല്ലെ, നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു 7 ഗോൾഡൻ റൂൾസ് മറ്റുള്ളവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് കൺട്രോൾ ചെയ്യല്ല, മനസ്സുകളെ മനസ്സിലാക്കുന്ന രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ മറ്റു വ്യക്തികളെ നിയന്ത്രിക്കുന്ന കലയല്ല ദി ആർട്ട് ഓഫ് ഹാൻഡിലിംഗ് അതേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ 7 ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വരുന്നത് ലിസണിങ് ആണ്. നമുക്ക് എല്ലാവർക്കും പറയാനാണല്ലേ കൂടുതൽ ഉണ്ടാവുക. മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ? നമ്മൾ വല്ലപ്പോഴെങ്കിലും അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുക്കാറുണ്ടോ? നിങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? ഉണ്ട്, കേൾക്കാറുണ്ട്. എല്ലാവർക്കും പറയാൻ ഒരുപാട് ഇഷ്ടമാണ് അല്ലെ, എത്ര വേണമെങ്കിലും വാദോരാതെ സംസാരിക്കും. പക്ഷെ മറ്റുള്ളവരെ ക്ഷമയോടെ കേൾക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ.
അപ്പൊ ചില വ്യക്തികളെ കണ്ടിട്ടില്ല, അവരുടെ കാര്യങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ കുറേ മണിക്കൂറുകളോളം സംസാരിക്കും. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ നോക്കുമ്പോൾ അവരതിന് വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കൂല അല്ലെ. വേഗം എന്തെങ്കിലും ബിസിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ അവർ ഒഴിഞ്ഞു മാറുന്നതായിട്ടല്ലേ. അപ്പൊ നമ്മൾ എല്ലാവരും കൊതിക്കുന്നത് എന്താണ്? നമ്മുടെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ പറയുക, എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഹൃദയത്തിലേക്കുള്ള വഴി എങ്ങനെയാണ്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കുള്ള വഴി കേൾക്കുക എന്നുള്ളതാണ് അല്ലെ, ചെവിയിലൂടെയാണെന്നാണ്. അപ്പൊ നമ്മളായിട്ട് കേൾക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ റൂൾസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡ് ബിഫോർ ജഡ്ജിങ്. നമ്മളൊക്കെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ ശ്രമിക്കാറുണ്ടോ? മറ്റുള്ളവരെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരു മുൻധാരണ വെച്ചിട്ട് അങ്ങനാണ്, അവരിങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലല്ലാതെ ഒരു ജഡ്ജ്മെന്റും കൂടാതെ നമുക്ക് അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് അല്ലേ. അപ്പോ എന്താ, വ്യക്തികള് പല രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ അവരെയൊക്കെ നമ്മൾ ഓരോരോ മുൻധാരണ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ട് അവരങ്ങനെയാണ്, ആ ഒരു വ്യക്തികളെ തരംതിരിച്ചിട്ട് നമ്മൾ എന്താ പറയാ, അവരുടെ ഒരു ചെറിയ പാർട്ട് കണ്ടിട്ട് അവരെ വിലയിരുത്താറുണ്ടല്ലേ. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ആയിട്ടൊരു സ്റ്റോറി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്കൂളില് കുട്ടി ക്ലാസ്സിൽ 2 ആപ്പിൾ കൊണ്ടുവന്നു. അപ്പൊ അതില് ടീച്ചർ ചോദിച്ചു കുട്ടിയുടെ അടുത്ത്, ഒരാപ്പിൾ എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി ആദ്യം ഒരാപ്പിൾ എടുത്തിട്ട് കടിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ആപ്പിളും എടുത്തിട്ട് കടിച്ചു കേട്ടോ. അപ്പൊ ആ ടീച്ചർ എന്താണ് വിചാരിച്ചത്, എന്തൊരു സ്വാർത്ഥിയായ കുട്ടിയാണ്, ഒരാപ്പിളിന് ചോദിച്ചപ്പോ അത് രണ്ടും എടുത്തിട്ട് കടിച്ചല്ലോ. അപ്പോഴാണ് ആ കുട്ടി രണ്ടാമത്തെ ആപ്പിൾ എടുത്തിട്ട് ടീച്ചർക്ക് നീട്ടിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ടീച്ചർ കൂടുതൽ സ്വീറ്റ് ആയിട്ടുള്ളത്, ഏതാണ് കൂടുതൽ സ്വീറ്റ് നോക്കിയിട്ട് ടീച്ചർക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതാണല്ലേ എല്ലാ മനുഷ്യരുടെ അവസ്ഥ. നമ്മളൊരു ചെറിയ കാര്യം കണ്ടിട്ട്, അവരിലുള്ള ഒരു ചെറിയ പ്രവൃത്തികൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു നിമിഷത്തിന്റെ വാക്കുകളോ പ്രവൃത്തിയോ കണ്ടിട്ട് ജീവിതകാലം മുഴുവന് അവരെ ജഡ്ജ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മുൻധാരണ വെച്ചിട്ട് നമ്മൾ അവരെ ഡീല് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റുള്ള വ്യക്തികളെ, ആ വ്യക്തികൾക്ക് ശരിയും തെറ്റൊക്കെ ഉണ്ടാവും അല്ലെ, നമുക്ക് കുറെ ശരിയും തെറ്റുകളൊക്കെ ഉണ്ടാവുന്ന പോലെ. അപ്പൊ നമ്മുടെ ധാരണ പിന്നീട് തെറ്റായിരുന്നു എന്ന് തോന്നുന്ന പല സിറ്റുവേഷൻസും നമ്മളെ ലൈഫിൽ ഉണ്ടാവും. ചില വ്യക്തികളൊക്കെ നമ്മൾ ഫസ്റ്റ് വിചാരിക്കും ഇവര് എന്താ ഭയങ്കര ഈഗോ ആണ്, കുറച്ച് സംസാരിക്കുന്നവരൊക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കാറുണ്ട് അല്ലെ, അവരെന്താ അത്രയൊന്നും സംസാരിക്കൂല, വലിയ ഈഗോ ആണ്, ജാടയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് അടുത്തിടപഴകുന്ന സമയത്തായിരിക്കും അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല എന്ന് തോന്നുന്നുണ്ടാവും അല്ലെ. നമ്മളെ ലൈഫിലൊക്കെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഫസ്റ്റ് ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫസ്റ്റ് നമുക്ക് ഉണ്ടാവുന്ന ഒരു ട്രബിൾ ഉണ്ടാവും അല്ലെ, ഒരു ഡിസ്റ്റൻസ് പോലെ. കുറെ കഴിയുമ്പം ആ ധാരണയൊക്കെ മാറ്റിയിട്ട് ഇതാവുന്ന അല്ലെ. അങ്ങനത്തെ കുറെ വ്യക്തികൾ നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഞാനൊക്കെ ഇവിടെ വന്നപ്പോ തന്നെ മോർണിംഗ് സർക്കിളിലൊക്കെ ഫസ്റ്റ് ഒക്കെ വന്നപ്പോ ഞാൻ എൻ്റെ ഒരു ഇതന്നെ പറയണം കേട്ടോ, സൂസൻ മാമിനൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മളോടൊന്നും അധികം കൂട്ടൊന്നും കൂടൂല, അവരൊക്കെ സീനിയർ ആയിട്ടുള്ള ആളല്ലേ, ചന്ദ്ര മാം, അവരൊക്കെ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലേ അവരൊക്കെ നമ്മളെ പോലെ തന്നെ കൂടുതൽ സംസാരിക്കും. എന്താ പറയാ, അവിടെ ഒരു ബ്ലോക്കും ഇല്ലാണ്ട് നമുക്ക് എന്തും പറയാനൊക്കെ പറ്റുന്ന വ്യക്തികളാണെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഒരിക്കലും ഒരാളെ മുൻധാരണ വെച്ചിട്ട് ഇടപഴകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും വ്യക്തികളെ എടുക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി എന്താണ്, കുറച്ച് സംസാരിക്കുന്നവർക്ക് വലിയ എന്തോ ജാടയാണ്, കുറെ സംസാരിച്ചാലോ ഭയങ്കര ബോറാണ്, എപ്പം നോക്കിയാലും വായി തുറന്നാ പിന്നെ ക്ലോസ് ആക്കുകയേ ഇല്ലാന്ന് പരാതിയും പറയല്ലേ. ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണെങ്കിലോ ഡിപ്രഷന്, അവർക്ക് ഡിപ്രഷൻ ഒന്നും ഉണ്ടാവൂല, എന്തെങ്കിലും ആലോചിക്കോ അല്ലെങ്കിൽ
അവരെന്തെങ്കിലും അവരുടേതായ ഗോള് സെറ്റ് ചെയ്യുകയൊക്കെ ആയിരിക്കും ഒറ്റക്കൊന്നും ഇരുന്നിട്ട്. അപ്പൊ അവരെന്തോ ഡിപ്രഷനാണ്. നമ്മളിങ്ങനെ ഓരോരോ ആൾക്കാരെ വിലയിരുത്തുകയാണ്. ചെറിയൊരു പാർട്ട്, നമ്മുടെ ഒരു ദിവസത്തിന്റെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ചെറിയൊരു പാർട്ട് കണ്ടിട്ട് അവരെ വിലയിരുത്തുന്ന ഒരു സംഭവമാണ് പല വ്യക്തികളിലും കണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മൾ മറ്റുള്ളവരെ ഒരു മുൻധാരണയും ഇല്ലാതെ മറ്റുള്ളവരെ ഒരു പാർട്ട് നോക്കിയിട്ട് വിലയിരുത്താതെ അവരോട് ഇടപഴകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമത്തെ റൂൾസ് എന്ന് പറയുന്നത് തിങ്ക് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിന്റെ മുന്നേ ചിന്തിക്കുക. പലപ്പോഴും ചിന്തിക്കാറുണ്ടോ? പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലെ, പക്ഷെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അത് തെറ്റായിപ്പോയി, എൻ്റെ വാക്കുകൾ കൊണ്ട് അവർക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എൻ്റെ സംസാര ശൈലി പിന്നെ അവർക്ക് എത്ര ഹേർട്ടായിട്ടുണ്ട്. ഇതൊക്കെ ആലോചിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. എന്തൊരു കാര്യങ്ങളും നമ്മൾ പറയുന്നതിന്റെ മുന്നേ, സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ കുറേ പ്രശ്നങ്ങൾ ഒഴിവാകും അല്ലേ. നമുക്കൊരു ദേഷ്യം വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ മൂഡൌട്ടായിട്ടിരിക്കുന്ന സമയത്തോ എന്താ നമ്മൾ വായി തോന്നുന്നതൊക്കെ ചിലപ്പം വേണ്ടപ്പെട്ടവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിപ്പോഴും നമ്മളെ മനസ്സിലൊക്കെ ചിലപ്പോൾ മറക്കാൻ പറ്റാത്ത വാക്കുകളായിട്ടുണ്ടാവും അല്ലേ. അവര് ചിലപ്പോൾ വെറുതെ ആ ഒരു സമയത്തിന്റെ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കും, പക്ഷെ നമ്മളെ മനസ്സിൽ ഇപ്പോഴും ചിലപ്പോൾ അത് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് ഓർത്തിട്ട് പിന്നീട് കുറ്റബോധം തോന്നാറില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, കുറച്ചും കൂടി എനിക്ക് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു ആ സമയത്ത്, ഞാൻ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു മെച്യൂരിറ്റി കാണിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പിന്നീട് നമുക്ക് കുറ്റബോധം തോന്നും അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതിന്റെ മുന്നേ ചിന്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നാലാമത്തെ റൂൾസ് കോപം നിയന്ത്രിക്കുക, കൺട്രോൾ യുവർ ആങ്കർ എന്നാണ്. കോപം നമുക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റാറുണ്ടോ? ചില സമയത്ത് നിയന്ത്രിക്കാൻ പറ്റൂലല്ലേ. എന്തെങ്കിലും ഓൾറെഡി കുറച്ച് ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണ് നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ദേഷ്യങ്ങളൊക്കെ തീർക്കുന്നത് ആരോടായിരിക്കും? ഏറ്റവും വേണ്ടപ്പെട്ടവരോടായിരിക്കും അല്ലേ. അത് കാരണം നമ്മളെ കൂടെ ഉള്ളവരൊക്കെ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ലേ. ദേഷ്യം വന്നു കഴിഞ്ഞ സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലേ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു കൂവിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ പലരെയും കാണാറുണ്ട്, കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എറിഞ്ഞുടക്കുക. ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സൗണ്ട് എടുത്ത് നടക്കുക, ഡോറൊക്കെ വലിച്ചടക്കുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് പല വ്യക്തികൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്, കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് ദേഷ്യത്തിന്റെ പുറത്ത് കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും വലിയ ഭവിഷ്യത്തായിട്ട് മാറാറുണ്ടല്ലേ. അപ്പൊ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ അഞ്ചാമത്തത് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ട്രീറ്റ് എവരി ഓൺ ദ സെയിം എന്നാണ്. നമുക്ക് എല്ലാ വ്യക്തികളും ഒരുപോലാണോ? നമ്മൾ പരിചയപ്പെടുന്നവര് അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവര് ഇവരൊക്കെ ഒരുപോലാണോ? ഡിഫറെന്റ് ആണല്ലേ. എല്ലാവരുടെയും ക്യാരക്ടർ, ബിഹേവിയർ ഒക്കെ ഡിഫറെന്റ് ആണ്. അവര് വളർന്നു വരുന്ന സാഹചര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ വളർച്ചാ ഘട്ടങ്ങള്, അതുപോലെ തന്നെ അവര് ഇമോഷണലി എല്ലാവരും വ്യത്യസ്തരാണ്. അവരുടെ ചിന്താഗതിയിൽ വ്യത്യസ്ത മനോഭാവമുള്ളവരുണ്ടാവാം. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും വ്യത്യസ്തരായിട്ട് നിൽക്കുന്ന ആളുകളടുത്ത് നമുക്കും വ്യത്യസ്തരായിട്ട് സംസാരിക്കാനും ഇടപഴകാനും വേണ്ടിയിട്ട് പറ്റണം അല്ലെ. അപ്പൊ എല്ലാ മനുഷ്യരെയും നമ്മൾ ഒരുപോലെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ ചിലർക്ക് എന്താ വേണ്ടത്, അവരുടെ ചിന്താഗതികളിലും മനോഭാവങ്ങളിലും ഒക്കെ മാറ്റമുള്ളവരായിരിക്കും അല്ലെ. ജീവിത സാഹചര്യങ്ങൾ മാറ്റമുള്ളവരായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് വേണ്ടത് എന്താണ്? ചിലർക്ക് നല്ല പരിഗണനയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ചിലർക്ക് അംഗീകാരം മതിയായിരിക്കും, ചിലർക്ക് പ്രോത്സാഹനമായിരിക്കും വേണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ വ്യക്തിക്കും അറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് സക്സസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ലേ. അവരുടെ കൂടെ
പിന്നെ സപ്പോർട്ട് വേണ്ടവർക്ക് നമ്മൾ സപ്പോർട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു നല്ല വർക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പരിഗണന ആഗ്രഹിക്കുന്നവരടുത്ത് നമ്മൾ പരിഗണന കൊടുക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ വ്യക്തികൾക്ക് എന്താണ് ആവശ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഇടപഴകുമ്പോഴാണ് പിന്നെ എന്താ പറയാ നമുക്കും അവർക്കും അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാ വ്യക്തികളെ നമ്മൾ ഒരുപോലെ കാണാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഗോള് സെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡ്രീം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്നവരുടെ ചിന്താഗതി വ്യത്യസ്തമായിരിക്കും അല്ലെ. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ് എന്താ പറയാ ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, നമുക്ക് പ്രോത്സാഹനമൊക്കെ തരും അല്ലെ, അങ്ങനെ പിന്നെ സക്സസിലോട്ട് എത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിഷ് ചെയ്യും. പക്ഷെ നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് കേൾക്കുന്നെങ്കിലോ അവര് കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണ് നമുക്ക് പറഞ്ഞു തരിക അല്ലെ. ഈ ഒരു സംഭവം മറ്റുള്ളവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വമ്പൻ പരാജയമായിരുന്നു, അതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാണ് വെച്ചോ, അത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ കുറെ പേര് പഠിച്ചതാണ്, അതിനെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ഇങ്ങനെ എന്തൊരു കാര്യം പറയുമ്പോഴും നമ്മളെക്കാൾ മുന്നേ അവരെത്തിയിട്ടുണ്ടാവും അല്ലെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആംഗ്രി പീപ്പിള്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം വരുന്നവര്, പിന്നെ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ അപ്പൊ തന്നെ ദേഷ്യം വന്നിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അതിന്റെ ബാക്കി നമ്മളെ സംസാരിക്കാൻ പോലും വിടാതെ എന്താ അങ്ങനെ ഡീൽ ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള, നമുക്ക് കോൺഫിഡൻസ് ഒക്കെ അത്യാവശ്യമാണ്, അത് ഓവറായി കഴിയുമ്പോൾ വലിയ പ്രശ്നമാണല്ലേ. എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പൊ കുട്ടികളെയൊക്കെ കണ്ടില്ലേ, എക്സാമിന്റെ ടൈമൊക്കെ നമ്മൾ പഠിക്കുന്ന പറയുന്ന സമയത്ത് എനിക്ക് 100 കിട്ടും ഉറപ്പാണ്, ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അങ്ങനെ പറയുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ. അപ്പൊ അവർക്ക് മാർക്ക് കിട്ടുന്ന സമയത്ത് വളരെ കുറവായിരിക്കും, പക്ഷെ അവരെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് എനിക്കെല്ലാം അറിയാം. അപ്പൊ മുതിർന്നവരായാലും എന്തെങ്കിലും ഒരു വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് അതൊന്നും എനിക്ക് പറഞ്ഞു തരണ്ട, ഒക്കെ എനിക്കറിയാം, നിങ്ങളെ ഉപദേശങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നവരെ കാണാറുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്നവരാണ് നമ്മളെ ചുറ്റിലുള്ളത്. അതുപോലെ തന്നെ സൈലന്റ് പീപ്പിൾ, അവരോട് എന്ത് ചോദിച്ചാലും അവർക്ക് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല, സൈലന്റ് ആയിരിക്കും അല്ലെ. ഇങ്ങനെയുള്ള വ്യക്തികളടുത്ത് നമുക്ക് തോന്നുന്ന ഫീലിംഗ് എന്താണ്? ചില വ്യക്തികളടുത്ത് നമ്മൾ വിചാരിക്കാറില്ലേ, ദേഷ്യം വരാനെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചീത്ത പറയാനെങ്കിലും ഒന്ന് ആ വായ തുറന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നവരുണ്ടല്ലേ. എന്ത് പറഞ്ഞാലും സൈലന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലുള്ളവരെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ലേ, ഇവരെന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അപ്പൊ നമ്മളെ ലൈഫിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് എങ്ങനത്തെ വ്യക്തികളായിരിക്കും? നിങ്ങളൊക്കെ ലൈഫിൽ എങ്ങനെയാണ്? പിന്നെ ആംഗ്രി ആയിട്ടുള്ളവരാണോ, സൈലന്റ് ആയിട്ടുള്ളവരാണോ, എങ്ങനെയുള്ളവരുമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത്? ഇതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് ആംഗ്രി ആയിട്ടുള്ളവരോട് സംസാരിക്കുമ്പോഴും. അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലും. മിണ്ടാതിരിക്കുന്നവരോട് നമുക്ക് സംസാരിക്കാനേ പറ്റില്ലല്ലോ. അതെ അതെ, അപ്പോഴാണല്ലേ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് വായി തുറന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാരെയും ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എല്ലാരോടും ഇടപഴകേണ്ട രീതി ഒരുപോലെ അല്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇനി 6ാമത്തേത് എന്ന് പറഞ്ഞാല് തെറ്റ് സമ്മതിക്കാനുള്ള മാനസികാവസ്ഥ. അത് നമുക്കുണ്ടോ? നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാല് സമ്മതിച്ചു കൊടുക്കാറുണ്ടോ? സമ്മതിച്ചു കൊടുക്കാറുണ്ടല്ലേ. സോറി എന്നുള്ള ഒരു വാക്ക് ചെറുതാണെങ്കിലും അതിന്റെ ബെനിഫിറ്റ് ഒരുപാട് വലുതാണ് അല്ലേ. ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഈഗോ ഒന്നും കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നതിലൂടെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ.
നമ്മൾ അവിടെ ഒരു സോറി എന്ന് പറയുന്നതിലൂടെ അതിലൂടെ ഉണ്ടാവുന്നത് എന്താണ്? ചിലർ വിചാരിക്കും അല്ലെ, വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് സോറി പറയട്ടെ. നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആയാലും അവരുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആയാലും ഇപ്പൊ കപ്പിൾസിന്റെ ഇടയിലൊക്കെ ചെറിയൊരു പ്രശ്നമായിരിക്കും, പക്ഷെ അത് അവര് സമ്മതിക്കാതെ അല്ലെങ്കിൽ അത് അവര് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് വരുന്നത് അല്ലെ. അവരുടെ ഭാഗത്തു നിന്നാണല്ലോ മിസ്റ്റേക്ക്, വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് സോറി പറയട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിലോ ഞാൻ അങ്ങനെ സോറി പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോവണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെയാണ് പ്രശ്നത്തിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുമ്പോൾ സോറി പറയാന്നുള്ളതാണ്. എല്ലാറ്റിനും അനാവശ്യമായിട്ട് സോറി പറയല്ല. നമുക്ക് തെറ്റാണ്, നമ്മൾ അവരോട് ഡീല് ചെയ്തത് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് നമുക്ക് സോറി പറയാൻ വേണ്ടിയിട്ട് പറ്റണം, ഇല്ലേ? അതിലൂടെ നമുക്ക് നമ്മുടെ വാല്യൂ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ചിലർക്ക് അങ്ങനെ ഒരു പേടിയാണ്, ഞാൻ അങ്ങനെ താഴ്ന്നു കൊടുക്കുമ്പോൾ എൻ്റെ വാല്യൂ അവിടെ നഷ്ടപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വാല്യൂ അവിടെ ഉയരുകയാണല്ലേ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കോണ്ടാക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നെന്നുള്ളതാണ് ഓപ്പോസിറ്റ് ഉള്ളവർ ചിന്തിക്കുക. അപ്പൊ അതുവഴി അവർക്ക് എമ്പതി ഉണ്ടാവും അല്ലെ, അവര് സോറി പറഞ്ഞല്ലോ ക്ഷമിച്ചേക്കാം. അപ്പൊ അതിന് ശേഷം ഇപ്പൊ നമുക്കൊക്കെ ആരോടെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് അവരവരെ തെറ്റ് അംഗീകരിച്ചിട്ട് സോറി ഒക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരോട് പിന്നെ ഭയങ്കര അടുപ്പായിരിക്കും അല്ലെ. നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അത് കഴിഞ്ഞിട്ട് സോറി ഒക്കെ പറഞ്ഞിട്ട് അവരൊന്ന് നന്നായതിനു ശേഷം പിന്നെ അവരുടെ ആ ഒരു ബന്ധം നല്ല ദൃഢമായിരിക്കും അല്ലെ. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തോറ്റു കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് തോറ്റു കൊടുക്കുക. അതിനൊരു വേറെ തന്നെ ഒരു വാല്യൂ ഉണ്ടല്ലേ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ തെറ്റ്, നമുക്ക് ഉണ്ടാവുന്ന മിസ്റ്റേക്ക് അംഗീകരിക്കുക എന്നുള്ളതാണ് 6ാമത്തെ റൂൾസ്. അതുപോലെ തന്നെ 7ാമത്തെ വരുന്നത് ഷോ റെസ്പെക്ട് എന്നുള്ളതാണ്. ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക അല്ലെ. അവിടെ നമ്മൾ വലിയ പണമോ അല്ലെങ്കിൽ പദവിയോ ഇതൊന്നും നോക്കിയിട്ടല്ല ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത്, അവരുടെ മനുഷ്യത്വം നോക്കിയിട്ടാണ് നമ്മൾ അവരെ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എന്താ റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അവരെ താണ് വണങ്ങിയിട്ട് നിൽക്കൊന്നുമല്ല. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവാറില്ലേ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഇപ്പോൾ ആളുകളോട് എങ്ങനെയാണ് ഇടപഴകുന്ന രീതി, അതാണ് ആ ഒരു രീതിയിലാണല്ലേ നാളെ നമ്മൾ അറിയപ്പെടുക. ഇപ്പൊ നമ്മളൊരു ഫിലിം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന ഹീറോസിനെ അല്ല ഹീറോയിനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക. കാരണം അവരുടെ അടുത്ത് നല്ല പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അനീതിക്കെതിരെ പോരാടുന്ന അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ വാല്യൂ കൊടുക്കുന്ന അങ്ങനെയുള്ള നല്ല സ്റ്റോറികൾ, അവിടെ ഒക്കെ നമ്മൾ എന്താണ് നോക്കുന്നത്, അവരുടെ നല്ല വശങ്ങൾ. അതുകൊണ്ടല്ലേ നമ്മൾ അവരെ ഹീറോ ആയിട്ട് നമ്മൾ അങ്ങനെ പ്രതിഷ്ഠിച്ച് നിൽക്കുന്നത്. പക്ഷെ അതിലുണ്ടാകുന്ന വില്ലന് അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? കുടുംബം തകർക്കുന്നവരും അല്ലെങ്കിൽ ബന്ധം തകർക്കുന്നവരും അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹം ചെയ്യുന്നവർ, ഇങ്ങനൊക്കെ. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ വെറുക്കുന്നത് അല്ലേ. അപ്പൊ യഥാർത്ഥ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പാവങ്ങളായിരിക്കും. പല വില്ലൻ വേഷം കെട്ടിയവരും ജീവിതത്തിൽ ഭയങ്കര പാവങ്ങളായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ പക്ഷെ അവരെ വില്ലനായിട്ട് മാറ്റി നിർത്തുന്നത്? അവരുടെ ആ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടതുകൊണ്ടാണ് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലെ, എങ്ങനെയാണ് ഇടപഴകുന്നത്, ആ രീതിയിലാണ് നാളെ നമ്മൾ അറിയപ്പെടുക. നമ്മൾ നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക, ഇടപഴകുക, പിന്നെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് അറിയപ്പെടുക. നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹമാണ് ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ സംസാരിക്കുമ്പം തന്നെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ ചിലരെ കണ്ടിട്ടില്ലേ, അവരാണോ നമ്മൾ ആ ഒരു കാറ്റഗറി മാറ്റി നിർത്തല്ലേ. അവരാണോ, അവര് വായ തുറന്നാൽ കുറ്റപ്പെടുത്താനേ വായ തുറക്കുള്ളൂ, അല്ലെങ്കിൽ അവര് എന്ത് കണ്ടാലും എത്ര നല്ലത് പറഞ്ഞാലും ചെയ്താലും തെറ്റു മാത്രമേ ചൂണ്ടിക്കാട്ടുള്ളൂ, അവരതേ കണ്ടെത്തുള്ളൂ. ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ നമ്മൾ ഓരോ വ്യക്തികളെ മാറ്റി നിർത്താറുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്?
അവരുടെ ബിഹേവിയർ അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ വെറുതെ മാറ്റി നിർത്തുന്നതാണോ? അവരെങ്ങനാണോ നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളോട് പ്രവർത്തിക്കുന്നത്, അപ്പോൾ അതുപോലെ നമ്മളും ചിന്തിക്കാറുണ്ട് അല്ലെ? അവരങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്, അങ്ങനൊക്കെ മതിയെന്ന് ചിന്തിക്കാറുണ്ട്. ആ ഒരു ബിഹേവിയർ ആണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അത് നന്നാക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ എന്താണോ മറ്റുള്ളവരോട് ഏതൊരു രീതിയിലാണോ ഇടപഴകുന്നത്, ആ രീതിയിലാണ് നമ്മൾ നാളെ അറിയപ്പെടുക, അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് മറ്റുള്ളവർ ഓർക്കുക എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നന്നായിട്ട് തന്നെയാണ് അറിയപ്പെടുക. അതുപോലെ തന്നെ മോശമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ മോശമായിട്ട് തന്നെ അറിയപ്പെടും അല്ലെ? അപ്പോൾ ഞാൻ ഇനി ഒരു ആക്ടിവിറ്റീസ്, അങ്ങനെയല്ല, ഒരു ചെറിയ ആക്ടിവിറ്റീസ് ഞാൻ ഈ സെഷന്റെ കൂടെ പറയാന്ന് വിചാരിച്ചതാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇപ്പൊ ഈ സെഷന് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ അടുത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? അല്ല ഒറ്റക്ക് റൂമൊക്കെ അടിച്ചിട്ടാണോ മുന്നിലിരിക്കുന്ന? അതെ, ഈ സമയത്ത് എല്ലാരും കിടന്നുറങ്ങുക. ആരും ഇല്ല അടുത്ത്. ഓക്കെ മാം, താങ്ക് യു. ആരെങ്കിലും അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇതില് കുറെ പേരുണ്ടോ? ആരുടെ അടുത്ത് ആരും ഇല്ല? ആരുമില്ല, ഞാനും മാത്രമാണ്. അതാ, ഈ ഒരു സമയമായതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിരിക്കുന്ന പോലെ ആയിരിക്കില്ല, എല്ലാരും കിടന്നുറങ്ങുമായിരിക്കുമല്ലോ. ഓക്കെ മാം, താങ്ക് യു. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരോട് ഇന്ന് നമുക്ക് നല്ലൊരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട്. താങ്ക് യു അൻസർ സർ. അൻസർ സർ പിന്നെ ഒറ്റക്കാണല്ലോ അല്ലേ? അപ്പോൾ അവരോടൊരു നല്ല വാക്ക് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം മറ്റുള്ളവരെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നല്ലോ സെഷന്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് പറയാൻ വേണ്ടി തോന്നിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴാരും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ സാരയില്ല, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരോട് ഒന്ന് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്. നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എന്താണെന്നൊന്ന് പറയണേ. നമ്മൾ പലപ്പോഴും പറയുന്നത് തന്നെ ആയിരിക്കും അല്ലെ? ഡെയിലി പറയുന്നവരുണ്ടാവും. എഴുന്നേറ്റ് വരുമ്പം തന്നെ ഗുഡ് മോർണിംഗ് പറയുന്നവരും ഹഗ് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് എല്ലാവരും. എന്നാലും വിട്ടു പോകുന്നവരുണ്ടാവും അല്ലെ? അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിൽ മാറ്റി നിർത്തുന്നവര്, അല്ലെങ്കിൽ പിന്നെ അതിനൊന്നും ഒരു വലിയ വാല്യൂ ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ? പക്ഷെ അതൊക്കെ നമ്മളെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ വേണ്ടപ്പെട്ടവരാ, മക്കളെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പേരൻസ് ഒക്കെ, ഹസ്ബൻഡ്, വൈഫ് ഒക്കെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്ന് ഹഗ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നതിലൂടെ, അല്ലെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറയുന്നതിലൂടെ നമുക്ക് ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു ബോണ്ടിൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ ഫിസിക്കലി മെന്റലി നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല ഹാബിറ്റ്സ് ഒക്കെ കാരണമാകും കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും ഇപ്പൊ ആരും കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരോടൊക്കെ ഒന്ന് അങ്ങനെ പറഞ്ഞു നോക്ക്. നല്ല വാക്കുകൾ പറഞ്ഞിട്ട് എന്താണ് അവരുടെ ഫീലിംഗ്, റിയാക്ഷൻസ് എന്താണെന്ന് ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പൊ എല്ലാവരും ഇത്രയും സമയം കേട്ടിരുന്നതിന് താങ്ക്സ്. എന്തെങ്കിലും പറയാനുണ്ട്, ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. നല്ല സെഷൻ. നമ്മൾ അവരവരിയ്ക്കുന്ന സ്ഥലത്ത് ഒറ്റയാണെങ്കിലും നമ്മളിപ്പോൾ ഒറ്റയല്ല, നമുക്ക് ആൾക്കാരെ നമ്മുടെ മുന്നിൽ ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്. മോർണിംഗ് സർക്കിളിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണല്ലോ നമുക്കിങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടോക്ക് കാണാനായിട്ടും കേൾക്കാനായിട്ടും ഒക്കെ പറ്റുന്നു. സോ അതിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു വാട്ട് യു ഹാവ് കവേർഡ്. എങ്ങനെ നമ്മൾ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നമുക്ക് നമ്മൾ തിരിച്ചു കിട്ടുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അതുപോലെയാണ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത്. സോ അതിലെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു, നമ്മൾ എങ്ങനെ ഇടപഴകുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ ഓർക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സോ ദാറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. പലരും നമ്മൾ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ കാണും, ചിലര് ഒരു ഗ്യാപ്പ് തരത്തില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവരുടെ ഒന്നീന്ന് അടുത്തതേ പിടിക്കും, അങ്ങനെ 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 അങ്ങ് പോകും. ഈ പറയുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ പോലും ദേ വോണ്ട് ഗിവ് us എ ഗ്യാപ്പ്. അങ്ങനെ സംസാരിക്കുന്നവര് ധാരാളം കാണാറുണ്ട്.
പിന്നെ എന്തിനും ഏതിനും നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയുന്നവർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അത് ശരിയാവത്തില്ല, അല്ല വെറുതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറയുന്നവര് ഇഷ്ടം പോലെ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ പൊതുജനം പലവിധം എന്ന് പറയുന്ന പോലെ എല്ലാവരും അവരവരുടേതായ രീതിയിലാണ്. പക്ഷെ ഈ ഗോൾഡൻ റൂൾസ് ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് രാവിലെ ഒന്ന് ഓർപ്പിച്ച് കിട്ടുന്നത് നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലത് പറയുകയും അപ്പോൾ നമ്മൾ നല്ലത് പറയുമ്പം അവർക്കും പെട്ടെന്ന് നമ്മളോട് തിരിച്ച് നല്ലത് പറയാനായിട്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് ചിരിക്കുകയോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ചിരി തിരിച്ചു തരാനായിട്ട് സാധിക്കും. സോ അപ്പോൾ അതുകൊണ്ട് നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു തന്നത്. സോ താങ്ക് യു വെരി മച്ച്. വെൽ പ്രസന്റഡ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഹലോ മാം. ആ മാം, ദി ആർട്ട് ഓഫ് ഹാൻഡിലിംഗ് അതേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് മാം നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോണ്ടിരിക്കാനും. നമ്മുടെ മനസ്സിലും ഇങ്ങനെ ഓടി ഓടി പോയി ആരൊക്കെയാണ് നമ്മുടെ അടുത്ത് ദേഷ്യം കാണിച്ചത്, ദേഷ്യം കാണിക്കുന്നവരുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതേസമയത്ത് നമ്മളെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ പിന്നെ ആ വ്യക്തിയെ നമ്മൾ ജീവിതത്തിലുടനീളം മറക്കില്ല. നമുക്ക് ആ മൈൻഡിൽ ആ ഒരു ചിന്ത കാണും. അതുപോലെ മാം ലാസ്റ്റ് പറഞ്ഞതുപോലെ രാവിലെ ഞാനും മോനും മാത്രമാണ് ഇപ്പൊ വീട്ടിലുള്ളത്. അപ്പൊ മോൻ എഴുന്നേറ്റ് വരുമ്പോ മാം പറഞ്ഞതുപോലെ തന്നെ ഒരു ഗുഡ് മോർണിംഗും നെറ്റിയിൽ ഒരു കിസ്സും കൊടുക്കും. അപ്പൊ അവന് തന്നെ ആ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്നവരെ അത് ഉണ്ടായിരിക്കും. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കും അതേപോലെ തന്നെ മാം പറഞ്ഞ കാര്യം കറക്റ്റാണ്. കൺഗ്രാജുലേഷൻ മാം, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഏതായാലും റീന മാം പാരന്റിങ് നല്ല അടിപൊളിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായല്ലേ മോനുമായിട്ടുള്ള ആ ഒരു ഡീലിലൂടെ. താങ്ക് യു മാം. അതെ മാം, കറക്റ്റാണ്. വളരെ നല്ല സെഷനായിരുന്നു മാം. എന്തായാലും നമ്മള് വ്യക്തികളെയും സാഹചര്യങ്ങളെയും അതുപോലെ അംഗീകരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മൾ ഇപ്പൊ അവര് പല സ്വഭാവക്കാരായിരിക്കും എങ്കിൽ തന്നെ നമ്മൾ അവരെ അവരെ അങ്ങനെയാണ്, അവരെ ദൈവം സൃഷ്ടിച്ചേക്കണം, അങ്ങനെയാണ് അവരെ നമ്മൾ അതുപോലെ അംഗീകരിക്കുക. മനസ്സിലായി. നമ്മള് മറ്റുള്ളവരുടെ കണ്ണിനെ കണ്ടാകരുത്, അത് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പല അഭിപ്രായങ്ങളും പറയും, അതെല്ലാം നമ്മൾ കേൾക്കണം. കേട്ടാലും നമ്മൾക്ക് ഉചിതം എന്ന് തോന്നുന്നത് മാത്രം നമ്മൾ അത് സ്വീകരിക്കുക, അത് മനസ്സിലായി. അങ്ങനെ ഏറ്റവും നല്ല സെഷനായിരുന്നു മാഡം. താങ്ക് യു. താങ്ക് യു കോമളവല്ലി മാം. നമ്മുടെ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ഒരു കുറച്ച് സമയം അല്ലെ, ഒരു 5-10 സെക്കൻഡ് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാല് പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവര് പറയുന്ന സമയത്ത് അതിന്റെ ഒരു ഡബിൾ അങ്ങോട്ട് പറയണം, ഇല്ലെങ്കിൽ 10 ഇരട്ടി അങ്ങോട്ട് പറയണം എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ തോൽക്കാൻ മനസ്സില്ല എന്നുള്ള രീതിയിൽ വരുമ്പോഴാണല്ലോ അവരുടെ പ്രശ്നങ്ങൾ കൂടുതലാവുന്നത്. അതേസമയം ഓപ്പോസിറ്റുള്ള ആള് നല്ല ദേഷ്യത്തിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അവിടെ സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയായിട്ട് പോയിക്കോളൂ അല്ലെ. അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് പറയാൻ വിചാരിച്ചു ഇപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. നമ്മളെല്ലാവരും ഒരുപോലല്ല ഡീല് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ പറയാറുണ്ട് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, പുഞ്ചിരിയോടെ. ഇപ്പൊ അപരിചിതരാണെങ്കിലും നമ്മൾ പുഞ്ചിരിയോടെ അവരെ ഒന്ന് പുഞ്ചിരിച്ചെന്ന് വെച്ചിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നൊക്കെ അല്ലെ. പക്ഷെ ആ പുഞ്ചിരി അസ്ഥാനത്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ? നമ്മൾ അറിയാത്തൊരു വ്യക്തികളെ നോക്കിയിട്ട് നമ്മളങ്ങനെ ഒരു ഇന്നസെൻസ് ആയിട്ട് പുഞ്ചിരിച്ചതായിരിക്കും അല്ലെ. പക്ഷെ അവര് പിന്നീട് നമ്മളെ ഒരു അസ്വസ്ഥമാകുന്ന രീതിയിലുള്ള പെരുമാറ്റം. അപ്പൊ എപ്പോഴും നമ്മള് മറ്റുള്ളവരെല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരുടെ അടുത്തും നമ്മൾ ഇടപഴകേണ്ടത് ഒരുപോലെയല്ല എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണം. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് അൻസർ സർ. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. സുഷ മാം പറഞ്ഞ പോലെ എല്ലാം ഒരു ഉണർത്തലായിരുന്നു. പിന്നെ ഞാൻ പറയുമ്പോഴേ
നമ്മള് ഈ പറഞ്ഞതെല്ലാം നമ്മളിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാവും തോന്നുന്നു എല്ലാ കാര്യങ്ങളും. മറ്റുള്ളവരെ തിരുത്താൻ എന്തായാലും നമുക്ക് ഒരിക്കലും പറ്റൂല. തിരുത്തുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തിരുത്തി പോകേണ്ടി വരും ലൈഫിൽ. നമ്മള് ക്ലിയർ ആണോ, നമ്മൾ ഓക്കെ ആണെങ്കിൽ എല്ലാത്തിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഉണ്ട് ലൈഫിൽ. അപ്പൊ അതനുസരിച്ച് മുന്നോട്ട് പോകാം. മറ്റുള്ളവർ പറയുന്നത് പലതരത്തിലും പറയും. ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും പറയും അവര്. വെറുതെ നടന്നു പോയി കഴിഞ്ഞാൽ കുറ്റവും പറയും നല്ലതും പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോ. ദാനധർമ്മം ചെയ്യുന്നതിൽ വരെ നല്ലതും ചീത്തയും പറയുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ നമ്മൾക്ക് എന്താണോ ഇഷ്ടം, നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ എന്താണോ നമുക്ക് മാത്രമേ അറിയൂ. അത് നമുക്കും നമ്മുടെ ബോഡിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോ അതനുസരിച്ച് ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാ. ഈ പറഞ്ഞ പോലെ നമ്മളടുത്ത് ഇപ്പൊ ഉള്ളത് എപ്പോഴും മോർണിംഗ് സർക്കിൾ ഇപ്പൊ അടുത്ത് നമ്മുടെ അടുത്തുള്ള ആൾക്കാരെല്ലാവരും ഇവരാണ്. രാവിലെ തന്നെ വരുമ്പോ തന്നെ ഗുഡ് മോർണിംഗ് പറയണത് ഇവരുടെ അടുത്താണ്. എനിവേ എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ. സാർ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ആളെ നമുക്ക് ഒരിക്കലും മാറ്റാനൊന്നും പറ്റൂല അല്ലേ. ഏറ്റവും ഈസിയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ മാറുക എന്നുള്ളതാണ്. അപ്പൊ ചുറ്റുമുള്ളവരങ്ങ് മാറിക്കോളും. നമ്മളിൽ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ തന്നെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും അവരുടെ സ്വഭാവത്തിലും ഒക്കെ മാറ്റം വന്നോളും. മറ്റുള്ളവരെ മാറുന്നില്ല എന്നുള്ള പരാതി പറയുന്നതിന് പകരം സ്വയം മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സർ. താങ്ക് യു ഖദീജ മാം. ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിച്ച് ചിരിക്കായിരുന്നു. മാം പറഞ്ഞില്ല അസ്ഥാനത്ത്, സൂസൻ മാം ആണോ പറഞ്ഞത് അത്? അസ്ഥാനത്ത് നമ്മൾ ചിരിക്കരുതെന്ന് പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ ഇവിടെ എന്റെ വീട്ടില് ട്യൂഷൻ വരുന്ന ഒരു കുട്ടിയെ 10th പഠിക്കുന്ന, അപ്പൊ അവള് ഭയങ്കര കംപ്ലൈന്റ് പോലെ എന്നോട് പറയണേ. അവർക്ക് ഒരു സബ്ജക്ട് എടുക്കുന്ന ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ നല്ല ഭംഗിയാണ് ടീച്ചർ ഇങ്ങനെ നടന്നു വരുന്നതാണ്, നല്ല ഭംഗി. അപ്പൊ അവളിങ്ങനെ ടീച്ചർ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ടീച്ചർ കുറെ ചീത്ത പറഞ്ഞത് ടീച്ചറെ കളിയാക്കിയതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവള് പറയുന്നത് ടീച്ചർ വരുന്നതാണ്, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അവളിങ്ങനെ അറിയാണ്ട് ഇങ്ങനെ ടീച്ചർ മുഖത്തേക്ക് ചിരിച്ചു പോയതാണ്. പക്ഷെ ടീച്ചർ പറഞ്ഞത് ടീച്ചറെ കുറെ കളിയാക്കി ചിരിച്ചതാണെന്ന് പറഞ്ഞിട്ട് കുറെ ഫയർ ചെയ്തെന്ന്. എനിക്ക് അതാണ് ഓർമ്മ വന്നത് അസ്ഥാനത്ത് ചിരിക്കാന്നൊക്കെ പറഞ്ഞപ്പോ. ആ ടീച്ചറുടെ അങ്ങനെ അന്നേരത്തെ മാനസിക നിലപാട് അങ്ങനെ ആയിരുന്നു. അതാണ് അതെ വേറെ അതെ എന്തോ സംഭവം പുള്ളിക്കാരുടെ തലയിലുണ്ടായിരുന്നു. അതാ അങ്ങനെ ഒരു ചിന്ത ചിലപ്പോ വരാൻ അതായിരിക്കും. കാര്യം. അതാണ്. അതെ അതെ. അല്ല, കാരണം ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യല്ല സാധാരണഗതിയിൽ. കുട്ടികളെ നോക്കി അതെ ചിരിക്കുന്ന അതാ. പക്ഷെ സംതിങ് മസ്റ്റ് ഹാവ് ബീൻ ഇൻ യുവർ മൈൻഡ്. അപ്പൊ അത് ആരുടെ ഇടയിലെടുത്തും മുന്നിൽ കണ്ട ആളിന്റെ അടുത്തെടുത്തു. അതെ അത് പറയാനും പറ്റില്ല കേട്ടോ. ചിലപ്പോ പഠിക്കാൻ കൊടുത്ത സമയത്തൊക്കെ ഇതുപോലെ ചിരിച്ചു കഴിഞ്ഞാലും ചിലപ്പോ ദേഷ്യം വരാം. അതാ, അതുകൊണ്ടാവും. എന്ത് അറിയില്ല വേണമെങ്കിലും ആകാം. എന്താന്നറിയില്ല. അതെ. എന്തായാലും ആ കുട്ടി ഭയങ്കര വിഷമത്തിലാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല. ടീച്ചർ നടന്നു വരുന്നതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ ചിരിച്ചതായിരുന്നു അറിയാണ്ട്. പക്ഷെ ടീച്ചർ അങ്ങനെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലാണ് പറഞ്ഞതാണ്. എന്തായാലും അതാണ് ഞാൻ ഓർത്തു പോയത് അത് പറഞ്ഞപ്പോ. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു, നല്ല മെസ്സേജ് ആയിരുന്നു. താങ്ക് യു ഖദീജ മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ ഓർമ്മിച്ചിട്ട് പറഞ്ഞത്. ഞാൻ ഇവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ മുന്നിലിരിക്കുന്നവരെ നോക്കിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചതാണ്. അപ്പൊ അവര് പിന്നെ ഇങ്ങനെ പരിചയപ്പെട്ട് എവിടെയാ വീട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നോട് എന്തിനാ ചിരിച്ച, എന്നെ മുന്നേ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ നമുക്ക് പിന്നെ ഇറിറ്റേഷൻ ആവുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവില്ല. അപ്പോഴാണ് എനിക്ക് ഈ ഒരു പിന്നെ സെഷൻ എടുക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാവരും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കൂല. ഇല്ലെങ്കിൽ ഓരോ വ്യക്തികളെ ഡീല് ചെയ്യുന്നതിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് തന്നെ കാണണം എന്നുള്ള ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അതങ്ങനെ ഉണ്ടാവാറുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. ചിലരോടൊക്കെ നമ്മൾ ചിരിച്ചു കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ യങ്കർ ജനറേഷൻ അല്ല പൊതുവെ അങ്ങനെ കാണിക്കുന്നത്. ഇച്ചിരി പ്രായമുള്ളവരുടെ അടുത്ത് നമ്മളൊന്ന് ചിരിച്ചു കാണിച്ചാലേ ചിലപ്പോൾ അവർ എവിടെ വെച്ച് അറിയാവുന്ന, എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നമ്മളെ ഒരുമാതിരി ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ചോദിക്കും. അങ്ങനെ നമ്മളെ ഫോളോ ഉണ്ടാവാറുണ്ട്. ചെയ്തിട്ട് പിന്നെ കുറേ നേരം ഫോളോ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ വെറുതെ അങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ അവര് ഇങ്ങനെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെയാണ് എനിക്ക് അപ്പോഴും ഇത് പറയാൻ തോന്നി. Good morning, Khadija ma'am. ഗുഡ് മോർണിംഗ് സർ.
നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓക്കെ. പിന്നെ നമ്മള് ഇപ്പം അവസാനം വന്നത് നമ്മള് അപരിചിതരുടെ അടുത്ത് ചിരിക്കുന്ന ഒരു കാര്യം ഇപ്പോ സംസാരിച്ചത്. അപ്പൊ അത് ഇറ്റ് ഡിപ്പെൻസ്. ചില ആളുകൾ ഈ പറഞ്ഞ പോലെ ഒന്ന് മാം ഒരാളെ കണ്ട് ചിരിച്ചു കഴിഞ്ഞിട്ട് അയാൾ ചിലപ്പോൾ മാമിനെ പിന്നെ വിടാതെ പിന്തുടരുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. ശരിയല്ലേ? നമ്മളൊരു അതൊന്നും യെസ്. വേറൊന്നുമല്ല, ഏറ്റുള്ളവരാണ്. ഇപ്പൊ ഈ അല്ലേ? സെഷനൊക്കെ ഹസ്ബൻഡ് കേൾക്കുമ്പോൾ എന്നെ ഒരിക്കലും ഒറ്റക്ക് ട്രാവൽ ചെയ്യാൻ വിടൂല പിന്നെ. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ ഞാനത് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. അപ്പൊ ചിരി നമ്മൾ കൊടുക്കുന്ന ആള് സ്വീകരിക്കുന്നതനുസരിച്ചിരിക്കും. നമ്മൾ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നൊക്കെ പറഞ്ഞ മാതിരി നേരത്തെ ആ കുട്ടിയുടെ അനുഭവം സജ്ജന മാം പറഞ്ഞില്ലേ? അപ്പൊ ടീച്ചറോട് ചിരിച്ചപ്പോ ടീച്ചർ കളിയാക്കി ചിരിക്കുന്നതാണെന്ന് തോന്നിയെന്നും. സാധാരണഗതിയിൽ നമ്മളിപ്പോ നടന്നു പോകുമ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ചിരി, നമ്മൾ പരിചയമില്ലാത്ത ആളെ കണ്ടാൽ ഒരു ചിരി ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ അത് ഒരു പോസിറ്റീവ് എനർജി ആ ചിരിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അതേസമയം അയാളെ കണ്ട് നമ്മളൊരാളെ, ഒരു പരിചയമില്ലാത്ത ഒരാളെ കണ്ടിട്ട് നമ്മൾ ദേഷ്യത്തോടാണ് നോക്കുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത്. അപ്പൊ ചിരി എപ്പോഴും നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. പരിചയമില്ലാത്ത ആളുകൾ നമ്മളൊന്ന് തന്നെ മുഖത്തോട്ട് നോക്കിയാൽ ഒന്ന് ചിരിച്ച് ഒന്ന് തലകുലുക്കി അങ്ങ് പോകും. അപ്പൊ അതില് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേസമയം നമുക്ക് അവിടെ ഒരു ഹാർമണി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാവരും രാവിലെ ഈ പറഞ്ഞ പോലെ, നേരത്തെ കമലവല്ലി മാം പറഞ്ഞ മാതിരി രാവിലെ മക്കൾക്ക് ഒരു ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ ഭർത്താവിനല്ലേ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ സാധിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അപ്പൊ ജീവിതത്തിൽ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ ഇടയാവട്ടെ. നല്ല മോർണിംഗ് സർക്കിളിന് സാധാരണഗതിയിലുള്ള നല്ല ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ, പോസിറ്റീവ് വൈബ് ഉണ്ടാവാനുള്ള ഓർമ്മപ്പെടുത്തലുകളും ആണ് ഓരോ മോർണിംഗ് സെഷനും. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഖദീജ മാമിന് നല്ലൊരു ഓർമ്മപ്പെടുത്തലുമായി വന്ന ഇന്നത്തെ ദിവസത്തിന് നല്ലൊരു ദിവസമാക്കി തുടങ്ങാൻ തന്ന ഒരു നല്ല മെസ്സേജിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സർ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം. ശരി മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. സെഷനിൽ